ഹേ ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റീല് മാത്രമേ ഈ മിററിൽ ഷൂട്ട് ചെയ്യാറുള്ളൂ എപ്പോഴും, നമ്മുടെ ബ്രാൻഡിൻ്റെ ഷൂട്ടൊക്കെ. വ്ളോഗ് ഐ തിങ്ക് ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു. കൊള്ളാല്ലേ വ്ളോഗ് ചെയ്യാൻ. അപ്പം ഞാനിന്ന് ക്യാമറ തിരിക്കാം. രാവിലെ മുതൽ വ്ളോഗ് ചെയ്തില്ല ബിക്കോസ് ഐ വാസ് ലിറ്ററലി ബിസി. ബിക്കോസ് ഇന്ന് കുറേ പാക്കിംഗ് ഉള്ളത് കൊണ്ടിട്ട് സ്റ്റാഫ്സ് ഇന്ന് 1-2 പേര് ലീവാണ്. അപ്പോൾ ഒരേ സ്റ്റാഫുള്ളൂ. ഇറ്റ്സ് ടഫ് അവർക്കൊട്ടൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് എപ്പോഴും ഫുഡൊക്കെ കൊടുത്തിട്ട് രാവിലെ തന്നെ ഇങ്ങോട്ട് വന്ന് സോ ഹവ് ഡൺ എവറിത്തിങ്. എല്ലാം നമ്മൾ ചെയ്തു സെറ്റാക്കി വെച്ചു. വി ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ്. മോർണിംഗിൻ്റെ ഒക്കെ അങ്ങനെ അയച്ചു. എന്നിട്ട് ഐ ഹാവ് സ്റ്റാർട്ടഡ് ഷൂട്ടിങ്. ഒരു 4-5 വീഡിയോസ് ഞാൻ എടുത്തു. അപ്പോൾ തന്നെ ഏതാണ്ട് ഉച്ചയാവുമല്ലോ. അപ്പോൾ എപ്പോൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഈവനിങ് അയക്കാനുള്ള ഐറ്റംസ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്കിനി ഈവനിങ് അയക്കാനുള്ളത്. മോർണിംഗിലത്തെ പാഴ്സലൊക്കെ പോയി. അപ്പോൾ ഈവനിങ് ഈ പ്രാവശ്യം പാഴ്സൽ വിട്ടതിന് ശേഷം ഫുൾ ഓർഡേഴ്സ് മാക്സിമം വന്നത് ചിക്കൻ കാരി കുർത്തീസിനാണ്. ബാക്കി സൽവേഴ്സും വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തതാണ്. കുറേ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ. അതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആവാറായി. ആക്ച്വലി 1-2 പീസും എന്തോ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇനി ഈവനിങ് ഒരു 3 PM പോകേണ്ട ഓർഡേഴ്സാണ്. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ പിന്നെ ടെൻഷൻ അടിക്കണ്ടല്ലോ. സ്റ്റാഫ്സും ലീവ് ആയതുകൊണ്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ രാവിലെ ഇങ്ങോട്ട് ഓടി വന്നത്. അപ്പോൾ എങ്ങനെ ഗൈസ് കൂർക്ക ആൻഡ് ബീഫിൻ്റെ ഇതൊക്കെ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ആൻഡ് ഡിഡ് യു ഗൈസ് ട്രൈഡ്? ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ വീഡിയോ ചെയ്തപ്പോൾ. അപ്പോൾ ഇന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ ഇറ്റ് വാസ് ടു ഗുഡ്. ഭയങ്കര ഇഷ്ടമായി. എല്ലാം തീരുന്നത് എല്ലാവരും ഹാപ്പി ആയിട്ട് കഴിച്ചു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇനി എൻ്റെ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ് ആൻഡ് വി ഹാവ് എൻ ഗുഡ് ന്യൂസ്. അത് നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് അല്ല, ആക്ച്വലി നമുക്ക് ഗുഡ് ന്യൂസാണ്. ബിക്കോസ് നമ്മളിപ്പോൾ ട്രിപ്പ് കാര്യങ്ങൾ സ്റ്റേക്കേഷൻ അങ്ങനെയൊക്കെ പോവാതെ കുറേ ആയി. ബിസിനസ് സ്റ്റാർട്ടായി പിന്നെ എവിടെയും പോകണില്ല. ബിക്കോസ് വിട്ട് പോകാൻ പറ്റൂല. ഫുള്ള് തിരക്കല്ലേ. അപ്പോൾ ടുഡേ ഇന്ന് സുനുവിൻ്റെ റിസൾട്ടും വന്ന് മാഷാല്ലാ ഷീസ് സ്കോർഡ് നൈസ് മാർക്ക്. അപ്പോൾ ഷീസ് പ്രൊമോട്ടഡ് ടു 10th. അൽഹംദുലില്ലാ. ഡു കൺഗ്രാറ്റ്സ് ഹർ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ട്യൂസ്ഡേ എൻ്റെ എക്സാം കഴിഞ്ഞ് ഇന്ന് ഫ്രൈഡേ. ഇപ്പോൾ റിസൾട്ട് വന്ന് നെക്സ്റ്റ് മൺഡേ ക്ലാസ് സ്റ്റാർട്ടാണ് അവൾക്ക് 10th. അപ്പോൾ അവൾക്ക് ലീവില്ല, വെക്കേഷനില്ല. മേ ബി ഏപ്രിലിൽ എന്തോ കുറച്ച് വെക്കേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ എന്തായാലും ഇല്ല വെക്കേഷൻ. അപ്പോൾ ഈ 2 ദിവസമേ ഉള്ളൂ. ഐ മീൻ സാറ്റർഡേ സൺഡേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്കൊന്ന് സ്റ്റേക്കേഷൻ എവിടെയെങ്കിലും പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിയർ ബൈ അല്ല, ട്രിവാൻഡ്രമാണ് നമ്മൾ പോണത്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു റിസോർട്ടൊക്കെ എടുത്തിട്ടുണ്ട്, ബേബി ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്ന് പോയിട്ട് അടിച്ച് പൊളിക്കണം. സോ അതിനുള്ള പാക്കിംഗ് ഒക്കെ ചെയ്യണം. പിന്നെ എനിക്ക് എൻ്റെ ബ്രാൻഡിൻ്റെ കുറച്ച് സൽവാസും എടുക്കണം, അവിടെ പോയിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ. അപ്പോൾ ഒരു ചേഞ്ച് വീഡിയോസ് ആകുമ്പോൾ നൈസ് അല്ലേ കാണാനും. ബിക്കോസ് നമ്മുടെ അടുത്ത് അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള സൽവാസൊക്കെ ഉള്ള 3 പീസ് സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഫിറ്റ്ചെക്ക് എത്നിക്സിൻ്റെ ബ്യൂട്ടിഫുള്ളായിട്ട് സോനുനായാലും എനിക്കായാലും നല്ല ചേരും ഇങ്ങനെ ഇടുമ്പോൾ. അപ്പോൾ നമ്മുടെ മേടിച്ച കസ്റ്റമേഴ്സും പറയാറുണ്ട് അടിപൊളിയാണ് മേടിച്ചത്, ക്വാളിറ്റി വൈസ് സൂപ്പറാണ്, ഡിസൈൻ സൂപ്പറാണെന്നൊക്കെ. അപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കുക ഗൈസ്. അപ്പോൾ ഞാൻ ലുഹറൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ്. അപ്പോൾ ഇനി അസറിന് മുമ്പ് മേക്കപ്പൊക്കെ ഒന്ന് കഴുകി എടുക്കണം. പിന്നെന്താണ് വിശേഷങ്ങൾ? ഹോപ്പ് യു ആൾ ഡൂയിങ് വെൽ. അപ്പോൾ എൻ്റെ ചുമ ഒന്നും മാറാനുള്ള ഒരു തീരുമാനത്തിലില്ലാന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഞാൻ അതിൻ്റെ വഴി വിട്ടേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫിറ്റ്ചെക്ക് വെസ്റ്റേൺ വേസിൽ നമുക്ക് അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഡെയിലി ഇങ്ങനെ പാഴ്സൽസ് വന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ കണ്ടില്ലേ? അയ്യോ എവിടെ പോയാ? ബണ്ടിൽസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സോനൻ്റെ കോൾ വന്ന് എബ്ബു എന്നെ വിളിക്കണമെന്ന് തോന്നുന്നു, മാമീന്ന്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോട്ടെ. ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. സോ ഗായ്സ് അങ്ങനെ ഷൂട്ട് ഇതൊക്കെ തീർത്ത് എൻ്റെ ഇൻറ്റ്യൂഷൻ കറക്റ്റായിരുന്നു. എബ്ബു വിളിച്ചിട്ടാണ് സോനു എന്നെ കോൾ ചെയ്തത്. അപ്പോൾ എബ്ബു വരുമ്പോൾ ഹി വാസ് കൂൾ. പക്ഷേ അവന് കൂൾ അല്ലാതെ ആവണ മുമ്പ് സോനു എന്നെ വിളിച്ചത് വരട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിങ്ങോട്ട് വന്ന് അസർ നിസ്കരിച്ച് ഫേസൊക്കെ കഴുകി വൃത്തിയാക്കി എബ്ബുന് ഫുഡ് കൊടുക്കാൻ പോവാണ്. എബ്ബു എന്നെ കൈ പിടിച്ച് വിളിക്കും. എബ്ബു സേ ഹായ്. എബ്രോ ഒരു ഹായ് പറഞ്ഞേ. ഹായ്.
അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറയണത് ഇസ് വെരി സിമ്പിൾ. രാവിലത്തെ പയർ കറി, പിന്നെ ബീൻസ് ആൻഡ് ക്യാരറ്റ് ഉലത്ത്, പിന്നെ ഫിഷ് ഫ്രൈ. സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ളൊരു ലഞ്ചാണ് ഇന്ന്. മാഷാല്ലാ. സൈഗു സ്കൂളൊക്കെ പോയിട്ട് വന്ന് കുറച്ച് ഫ്രഷായി. സുന്ദര മമ്മിക്ക് എന്താണ് സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. സുനു റൂമിൽ എന്തോ സീരീസ് കണ്ടോണ്ടിരിക്കുക. ആകെ 2 ദിവസമല്ലേ വെക്കേഷൻ ഉള്ളൂ, അതൊന്ന് പൊളിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പാക്കൊക്കെ ചെയ്യണ്ടേ പോവാൻ. നാളെ ആരും ഒരു റെസ്പോൺസ് ഇല്ല ഗൈസ്. ബേബി ആണെങ്കിൽ അവിടെ ഫുഡ് കഴിക്കണ തിരക്കിലാണ്. സോനാണെങ്കിൽ ഇവിടെ റിമോട്ട് പിടിച്ചോണ്ടിരിക്കുക. എൻ്റെ വ്ളോഗ് കഴിഞ്ഞിട്ട് വേണം ഒന്നും പോലെയും കൂട്ടാൻ. അപ്പോൾ എല്ലാവരും അവരുടെ തിരക്കിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എബുന് ഫുഡ് കൊടുത്തിട്ട് ഞാൻ എന്തായാലും പാക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ബിക്കോസ് ഐ എം വെരി എക്സൈറ്റഡ്. കുറേ ദിവസത്തിന് ശേഷം നമ്മൾ പുറത്തിങ്ങനെ നിൽക്കാൻ അങ്ങനെയൊക്കെ പോകണതാണ്. സോ ഐ എം വെരി എക്സൈറ്റഡ്. സോ ഐ വിൽ സ്റ്റാർട്ട് പാക്കിംഗ് സ്റ്റഫ്സ്. സ്റ്റാർട്ട് പാക്കിംഗ് ഇൻ ദ സെൻസ് 1 or 2 ഡ്രസ്സസ് അത്രേ ഉള്ളൂ. പിന്നെ എബുൻ്റെ എസെൻഷ്യൽസൊക്കെ പാക്ക് ചെയ്ത് വെക്കണം. സോ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ പ്ലാൻ. ഷൂട്ടൊക്കെ കഴിഞ്ഞ്. വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഇന്ന്? വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല. ഈയിടെയായിട്ട് എന്ത് ചോദിച്ചാലും പ്ലാൻ ഇല്ല എന്നേ പറയുള്ളൂ മുതലാളി. അപ്പോൾ യാ ഗൈസ്, ഞാൻ എബുന് ഫുഡ് കൊടുക്കട്ടെ. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് എബു ഫുൾ ഒരു 2 മണിക്കൂറത്തേക്ക് ക്യാപ്റ്റൻ അമേരിക്ക ആയിരുന്നു. അപ്പോൾ എബുടെ കുറേ അംഗങ്ങളൊക്കെ കണ്ട് നമ്മൾ ക്യാപ്റ്റൻ അമേരിക്കയുടെ. അല്ലേ എബു? മൈ എബു ക്യാപ്റ്റൻ അമേരിക്ക. എബു ക്യാപ്റ്റൻ അമേരിക്ക. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ബേബി പ്ലാൻ ഒന്നും ഇല്ലെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ബേബി മുടി വെട്ടാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും പോകാമെന്ന് വിചാരിച്ചു. പള്ളിപ്പെരുന്നാൾ ഗൈസ്. നിങ്ങൾക്കും ഇല്ലേ? ആമസിന്ന് പറയല്ലേ, ആൾക്കാരോട് ചിരിച്ചാവും. സൈഗോന്റെ മുടി കാട് പോലെ വളർന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു പോവാന്ന്. ബേബി സൈഡ് പോയാൽ മതിയായിരുന്നു. പിന്നെ അവർക്ക് നമ്മളില്ലാതെ ഒരു സുഖമില്ല, വൈബില്ല. നമ്മൾ വേണം അവനും കേറിയിട്ടുണ്ട്. മുടി വന്ന് ടൊപ്പി വെച്ച പോലെ ഉണ്ട്. ഫുള്ള് മഷ്റൂമായി ഒരു ഹാറ്റ്. ഫുള്ളിന്ന് വെട്ടണം, നല്ല സ്റ്റൈലാക്കണം. ഒതുക്കണം. സൈഡിലൊക്കെ ഒതുക്കിയാലേ ഭംഗിയുണ്ടാവും. നമ്മളൊരു ചായ ഒക്കെ കുടിച്ചിട്ട് പോവാന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. പറയുമ്പോ ചെയ്യൂല ABCD പാടാൻ പറഞ്ഞ. ആ എബു
ABCD. A for apple, B for boy, C for cat, D for dog. ഓക്കെ മതി മതി മതി. മനസ്സിലായവർ കമന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചായ കുടിക്കാം അല്ലേ ബു? ഓക്കെ ബു? ഓക്കെ. ഓക്കെ. I will white birds. Oh, you I already you want ate. lollipops. Already you ate one now. Okay. Okay. But I need toys. But I need toys. You have toy. You Where have is so many there? toys. one? You have taken car. one. Yeah, you have one Okay. car. The one. Okay. No. No, no. No, no. Lights off. Mama വീഡിയോ ചെയ്യുന്നല്ലേ? Lights White off. Light off. What the? No, no. White foot. Wifi. Lights off എന്ന് ഒറ്റടിക്ക് പറഞ്ഞപ്പോ എബു- ടങ് ട്വിസ്റ്റ് എബു ആയതാ. ഞാനൊക്കെ അങ്ങനെ ലൈറ്റ് ഒന്നും ഇഷ്ടമല്ല. ഇരുട്ടത്ത് ഡിപ്രഷൻ മൂടാണ് എല്ലാരും ഇവര്. എനിക്ക് അത്യാവശ്യം ലൈറ്റ് ഒക്കെ വേണം. വാതിൽ തുറന്നു ഇറ്റ് ഡിപെൻഡ്സ് ഓൺ മൈ മൂഡ്. അല്ലേ? വാച്ചിങ് മൂവി ഒക്കെ ആണെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ലൈറ്റ്. എബുവിനെ നോർമലി എനിക്കൊക്കെ ഇങ്ങനെ വാതിൽ- ഇരിക്കുമ്പോൾ ലൈറ്റ് ഒക്കെ വേണം. വാതിൽ തുറന്നിടക്കുന്ന ഇഷ്ടമല്ല. ഞങ്ങൾ കിടക്കും. ഇതൊക്കെ തുറന്ന് ഇവന് കൂടുതൽ വെട്ടൊന്നും ഇഷ്ടമല്ല. ബി ലൈക്ക് ഓ ടു ബ്രൈറ്റ് എന്നൊക്കെ പറയും. ഞങ്ങൾ രണ്ടും ഒരേപോലെ തന്നെ ഫിഷസ് അല്ലേ? Yeah. രണ്ട് ഫിഷുകളാണ് ഞങ്ങൾ. പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവൂല ഇവരുടെ സോഡിയാക് സോഡിയക് സൈൻ ഫിഷസ്. ഞാനും എബ്രോ. ഞാൻ സ്കോർപിയോ, സുനു ജെമിനായി, സൈഗു ക്യാൻസർ, ബേബി ലിബ്ര. ബേബിയുടെ ബേബിക്ക് തന്നെ അറിഞ്ഞൂടാ. ഇപ്പം ആയിരിക്കും ആലോചിക്കണം ഓ ഞാൻ അതായിരുന്നു. ഞാൻ ചിരി കണ്ടപ്പോൾ മനസ്സിലായി എനിക്ക്. അപ്പോൾ നമ്മുടെ വീട്ടിൽ സെയിം ഉള്ളത് സോനും എബ്രു. പക്ഷേ ഇൻ ബ്ലഡ് ഗ്രൂപ്പ് വി ഓൾ ആർ സെയിം ബട്ട് സോനു ഇസ് ഡിഫറെന്റ്. ബി പോസിറ്റീവ്. ഇവരെല്ലാം വി ആർ ഓ പോസിറ്റീവ്. നമ്മൾ യൂണിവേഴ്സൽ ഡോണേഴ്സ് ആണ്. നമുക്ക് നമ്മുടെ ബ്ലഡ് ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. അത്ര നന്മയുള്ള മനസ്സുള്ള ആൾക്കാരാണ് ഞാൻ നമ്മൾ. ബി ഓ പോസിറ്റീവ്. പോസിറ്റീവ് ആണ്. ബി പോസിറ്റീവ്. ഒരു ഗുണമില്ലാത്തൊരു ചോരയാണ് ബി പോസിറ്റീവ് ആയിട്ടുണ്ടല്ലോ ഒരാള് കുടുംബത്തില്. അത് ബി പോസിറ്റീവ് യൂണിവേഴ്സൽ ആക്സെപ്റ്റേഴ്സ് ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ആരെ ചോരയും പറ്റുമെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? നമ്മൾ ഓ പോസിറ്റീവ് ആൾക്കാർ ആർക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. യൂണിവേഴ്സൽ ഡോണേഴ്സ് ആണ് നമ്മൾ. അപ്പൊ ആരും ഒരു എന്നാലും ഞാൻ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ലേ? ഓക്കെ. ആരും എന്റെ ശത്രുക്കൾ എന്താ ചായ ഒക്കെ കുടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് എയർ ചെക്ക് ചെയ്യാൻ. അപ്പൊ ആ സ്പോട്ട് കഴിഞ്ഞാ നമ്മൾ സ്ഥിരം കുടിക്കുന്ന സ്പോട്ട് കഴിഞ്ഞു. ഇതുവരെ എത്തിയില്ലേ നമ്മൾ. അപ്പൊ ഓക്കെ ഗൈസ് നമുക്ക് പോവാം. ഫൈനലി വി റീച്ച് ആ ചായ് സ്പോട്ട്. ഇത് നമ്മൾ സ്ഥിരം പോണ ചായ് സ്പോട്ട് അല്ല. ഇതും ഒരു സ്ഥിരമാണ്, പക്ഷെ കുറച്ച് ദൂരെയാണ് ഇത്. അതുകൊണ്ട് ഈ ദൂരെ ആയത് നമ്മൾ ഞാൻ എന്തായാലും സംസാരിക്കാൻ മടിക്കണം. അപ്പൊ ചുമ വരും. സംസാരിക്കാൻ വായ ഇങ്ങനെ തുറക്കും. കുത്തിച്ചുമ. അപ്പൊ നമുക്ക് ഓൺ ദ വേ നമ്മളിപ്പോ പോകുമ്പോ ഷിയാസ് ബ്രോനെ കണ്ടായിരുന്നു. അങ്ങനെ അവിടെ എന്തോ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു ഷോപ്പിൻ്റെ. അത് കഴിഞ്ഞ് വന്ന വഴിയായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടു. ഇപ്പോൾ ഒരു ചായ സ്പോട്ടിൽ നമ്മൾ നിർത്തിയേക്കണ്. ഞാനും സോനും എല്ലാവരും സാൻഡ്വിച്ച് ഓർഡർ ചെയ്ത് ഞാനൊരു കോഫി. പാല് കുടിക്കണം നിർത്തണമെന്ന് പറയുന്നുണ്ട് എല്ലാവരും. പക്ഷെ കോഫി കാണുമ്പോൾ കുടിക്കാൻ തീറ്റയോ പാല്, കോഫി, ഐസ്ക്രീം, എണ്ണ പലഹാരം ഐസ്ക്രീം പക്ഷെ ചുമ പോണം. അതാണ് മെയിൻ. ഐസ്ക്രീം ഞാൻ കഴിക്കാറില്ല കേട്ടോ. ഇപ്പൊ ഞാൻ കടികൾ കഴിക്കും. ഇപ്പൊ പണ്ട് നമ്മുടെ സാൻഡ്വിച്ച് മല പോലെ. അത് ടെംപ്റ്റ് ആവും. അവരിത് ചെയ്തില്ലല്ലോ സോനു. ഗ്രില്ല് ചെയ്തില്ല. ഗ്രില്ല് ചെയ്തില്ല. എപ്പോഴും ഗ്രില്ല് ചെയ്യണോ? ചിലപ്പോ തിരക്കുകൊണ്ടും മടിയായിട്ടായിരിക്കണം. ആസ്മർ ചെയ്യാനായിട്ട് ഒന്നും കേൾക്കൂല.
ഒന്നുമില്ല സൗണ്ട്. ഗ്രില്ല് ചെയ്തില്ല, സാൻഡ്വിച്ച് ഗ്രില്ല് ചെയ്തില്ല. അല്ല കറണ്ട് ഇല്ല, ഓ എടുക്കാതെ ചോദിച്ചു. കറണ്ട് ഇല്ല, ചൂടാക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ എടുത്തോ. ഗ്രില്ല് ചെയ്യുമ്പോളാ രസം. കം കം ഡാഡി ചായ കുടിക്കട്ടെപ്പാ. കം സൂര്യ പിടിക്കാൻ തോന്നും. ഇങ്ങനെ തന്നെ പിടിച്ചാൽ മതി. അപ്പുറത്തെ സൈഡ് പിടിക്കാം. അതിനകത്ത് തല കൊണ്ട് ഓക്കെ. ഇങ്ങനെ പിടിക്കാൻ വേണ്ടി എന്നെ തന്നെ പിടിച്ചു വെച്ചിട്ടുണ്ട്. Andrea, I want. എന്തായിപ്പോ I want to You want a bite? Oh no. അറിയാതെ ചവിച്ചു പോയില്ലത്. സോറി, ചായ കുടിച്ചോ? ബേബി എല്ലാം ഒരുമിച്ച് ചൂട് ചൂട്. കൊച്ചിന് മേത്തോട്ടണ്ട. റിസ്ക് ആണ് നമ്മൾ. എന്താ ചൂട്. ഓ എന്താ വീണ എന്താ കാണായിരുന്നു. സന്തോഷം, കാഴ്ച കാണാൻ എന്തോ ഒരു സന്തോഷം. എബൊന്നി ഇരിക്കോ അടങ്ങിട്ട് ഇവിടെ. എന്റെ സാൻഡ്വിച്ച് ഒന്ന് തിന്നട്ടെ. സ്റ്റേ there. ഡാഡാ ഡാഡാ വേറെ ഒന്നും വേണ്ടല്ലേ? ഡാഡാ ദേ എബു. അവിടെ കയറില്ലേ, അവിടെ ആൾക്കാരുള്ളതാണ്. ലൈറ്റൊക്കെ അടിച്ച് അപ്പൊ ഞാൻ ഇനി എബുനെ എടുക്കട്ടെ, കഴിക്കട്ടെ. മൊത്തത്തില് നല്ല ഗൈസ്. ഞങ്ങൾ അങ്ങനെ ഒരു സലോൺ പാർലർ, പാർലർ ആക്ച്വലി ഒരു പാർലറിൽ വന്ന്, യൂണിസെക്സ് പാർലറാണിത്. അപ്പോൾ ഇവിടെയാണ് ബേബി പിള്ളേരെ നമ്മുടെ എല്ലാവരും ഹെയർ നമ്മൾ കട്ട് ചെയ്യാറ്. എനിക്ക് ത്രെഡിങ് ചെയ്യാനുണ്ട്, ജൈബു അവിടെ മുടി വെട്ടാനുണ്ട്, ബാക്കി ആർക്കും ഒന്നും ചെയ്യാനുള്ള. അതുകൊണ്ട് എല്ലാവരും കാറിലിരിക്കുകയാണ്. എവിടെ ഞാൻ കാറിലിരുത്തി, സോനുണ്ട് അടുത്ത്. സുനും കാറിലിരിക്കുകയാണ്. ജൈബു വന്നേ. ജൈബുടെ ഹെയർ നോക്കി ഫുള്ളി ഗ്രോ ആയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വെട്ടണം, സ്റ്റൈലാക്കണം. ജൈബു ഉറക്കിപ്പിച്ചാണ് പാവം. ഹീസ് വെരി ടയർഡ്. ഉറങ്ങണേന്. സാൻഡ്വിച്ച് കഴിച്ച് നെഞ്ചത്തിരിക്കണം. ഒന്നും കുടിച്ചില്ല, ഞാൻ കോഫി ഒന്നും കുടിച്ചില്ല. അപ്പോൾ ഞാൻ മുകളിൽ പോയിട്ട് ത്രെഡ് ചെയ്യട്ടെ. ജൈബു ഹെയർ കട്ട് ചെയ്യും. ഗൈസ്, എൻ്റെ ത്രെഡിങ് കഴിഞ്ഞു. പ്രിറ്റി റൈറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ എബുൻ്റെ കൂടെ പോവുകയാണ്. എബുൻ്റെ റിയാക്ഷൻ നമുക്ക് നോക്കാം. മമ്മസ് ബേബി, I have a surprise for you. Here you go. Thank you, Juice. Thank you. You're welcome, baby. ഇതൊക്കെ മേടിച്ചൂടെ? No. ഡാഡി മേടിച്ചു തന്നാണ് സർപ്രൈസ്. I want these. നമുക്കില്ല സർപ്രൈസ്. ശ്ശെ, നമുക്കൊന്നും സർപ്രൈസ് ഇല്ല. എന്റെ ജീവൻ പോയി ഇന്ന്. ആ ത്രെഡിന്ന് അങ്ങനെ ഭയങ്കര ജീവൻ പോയി. Open it. ഇച്ചിരി ഉണ്ടായിരുന്നു, എക്സ്ട്രാസ് മാത്രം എടുക്കാനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ചില ത്രെഡിലെ ഭയങ്കര ഇങ്ങനെ സ്കിൻ നമുക്ക് പട്ടം പറപ്പിക്കണ ഇത് ഭയങ്കര ഇങ്ങനെ ഷാർപ്പായിരുന്നു. ചിലത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, നമുക്ക് മനസ്സിലാവൂല. ഇത് ഞാൻ അയ്യോ അങ്ങനെയായിരുന്നു എനിക്ക്. ആപ്പുണ്ടായിരുന്നു. ഓക്കെ, I will open it. Give me. I will open it. ഈ രണ്ട് ഫ്ലേവർ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ഞാൻ തന്നെ ഒന്നില്ല, അവിടെ വെക്കാം. ഞാൻ തന്നെ കുടിക്കണ്ട. അവന്റെ ഇഷ്ടത്തെ ഫ്ലേവർ അവിടെ ഇല്ല. എന്റെ പഠിച്ചോണേ ഡ്രിങ്ക്. അയ്യോ ഇങ്ങോട്ട് വാ. എക്സ്പ്രഷൻ ഇങ്ങോട്ടുണ്ടോ ക്യാമറ? ആ നോക്കട്ടെ. കുടിച്ചേ. ഡ്രിങ്ക്. ഡ്രിങ്ക് 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 നോക്കട്ടെ. How is it? Yummy? പറയൊന്നുമില്ല. അപ്പോൾ ഞാൻ വന്നു ബിക്കോസ് സൈഗുണ്ട് ടൈം എടുക്കും. അത് കഴിഞ്ഞ് ബേബി താടിയും ഷേപ്പ് ചെയ്യണം. ഒരാൾക്കാരുണ്ടോ അവിടെ? ഇല്ല. Are we now? Oh no, don't press it. ഡ്രിങ്ക് Drink baby, drink. ഞാൻ വൈപ്സ് തരാം. Nah. Pariyasunu, how do you feel? You're promoted to 10th standard. You were very small.
ഞാൻ വരുമ്പോ ഞാൻ പറയട്ടെ എന്താ തോന്നണേന്ന്? ആ. സന്തോഷം സന്തോഷം ഇവർക്ക് സന്തോഷം മമ്മക്കടെ ഇനി 10th ഒന്ന് പാസ്സാവണം. നല്ല മാർക്കോടെ ഈസി ഗോയിങ് ആണ് ഇവള്. 10th നമുക്കാണ് സ്ട്രെസ്, അവൾക്ക് സ്ട്രെസ് ഉണ്ടായിരുന്നില്ല. ഞാൻ എക്സാമിന് മുമ്പത്തെ ദിവസം പഠിച്ചാലും എനിക്ക് നല്ല ഇതാ പഠിപ്പിക്കും. നമ്മുടെ ബുദ്ധിയായി പോയി, ഭയങ്കര ഷാർപ്പാണ്. കാണിക്കട്ടെ. ആ ഡയലോഗ് പറഞ്ഞ ശേഷം ഉമ്മച്ചീന് ഭ്രാന്താണ് കേട്ടോ. ഞാൻ നന്നായിട്ട് പഠിക്കും. ഇതാ ഇത്ര നല്ല മോളും മച്ചിക്ക ഞാൻ നന്നായിട്ട് പഠിക്കും. ക്യാമറ എക്സ്പ്രഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് എനിക്ക് മതിയാവും. തള്ളയായി പോയില്ലേ. എന്ത് ചെയ്യാനല്ലേ. എപ്പോഴേലും റോസ്റ്റ് ചെയ്യാൻ കാത്തിരിക്കണേണ്. അപ്പൊ ഇന്ന് ഞാൻ എന്റെ മമ്മനെ വിളിച്ചായിരുന്നു. സുനു പ്രൊമോട്ടഡ് ടു 10th, she scored nice marks. അപ്പൊ മമ്മ 95% ഒക്കെ ഉണ്ടല്ലേ. ഞാനപ്പോ യെസ് മോം. പിന്നെ കൂടുതൽ എക്സ്പ്ലേഷൻ വേണ്ടല്ലോ. യെസ് ഉണ്ട്. അപ്പൊ മമ്മ വിചാരിച്ചു ഞാൻ എന്റെ റിസൾട്ട് പറയണമെന്ന്. അതുകൊണ്ട് മമ്മ അത്ര എക്സ്പെക്ട് ആക്കിയത്. സോ മമ്മനെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമായിട്ട് കേസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം അതൊക്കെയാണ്. സ്വയം പൊക്കിനെ കൊണ്ട് തോറ്റത് അല്ലേ. സോന എപ്പോഴും പറയും സുനുവിന്റെ അടുത്ത്, നീ ഇതൊക്കെ മഷുവിന്റെ കാറ്റാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാ സ്വയം പൊക്കിയ ഐറ്റംസും സെൽഫ് ലവ് വേണം, എന്നാലേ ബാക്കിയുള്ള ആൾക്കാർ നമ്മളെ ലവ് ചെയ്യുള്ളൂ, ഇഷ്ടപ്പെടുള്ളൂ. ചില സമയത്ത് ഇവരെ ഞാൻ അങ്ങനെ പറയാൻ നോക്കും. ഞാൻ എന്നെ പറഞ്ഞപ്പോ തന്നെ എന്റെ മുഖത്ത് ചളിപ്പുണ്ട്. അന്നെന്തോ അങ്ങനെ പറഞ്ഞല്ലേ ഫ്രണ്ട് സീറ്റിലിരുന്നപ്പോ പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെടണം. We have to think that we are very beautiful, we are very intelligent, we are very strongest, we can do anything. നമ്മൾ ട്രൈ ചെയ്താൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെയൊക്കെ ചിന്തിച്ച് നോക്കൂ. ദാൻ യു സീ ദ റിസൾട്ട്. അപ്പോൾ എൻ്റെ ക്യാമറയിൽ ചാർജ് ഇല്ല. ബാക്കി കഥയൊക്കെ നമുക്ക് പിന്നെ പറയാം. ഓക്കെ, ബൈ ഗായ്സ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഒരു അടിപൊളി സ്പോട്ടിൽ. ഞാനപ്പോൾ ഇവിടുത്തെ വാഷ്റൂം കണ്ടപ്പോൾ ഇറ്റ്സ് സോ ഗുഡ്, അടിപൊളിയാണ് ലൈറ്റിംഗ് ഒക്കെ. അപ്പോൾ ഐ തോട്ട് ഇവിടെ ഒരു ചെറിയ ക്ലിപ്പിംഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ യാ, ലെറ്റ്സ് ഗോ ആൻഡ് ഈറ്റ് ബിരിയാണി. So guys, we have ordered mutton biryani, chicken biryani, പിന്നെ സുഹാനത്തൊക്കെ ഒരു സ്പെഷ്യൽ മട്ടൻ പായസം. അങ്ങനത്തെ പരിപാടികളൊക്കെ പിന്നെ കാണിക്കും. പറയാൻ പറ്റൂല. പിന്നെ പൈസ കൊടുക്കണം ഗൈസ്. സോണിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്ത സൂപ്പ് നമ്മളാ കുടിക്കാൻ പോണേ. അവിടെ ഒന്നും വെക്കണ്ട, ഇവിടെ തന്നെ 2 വെച്ചാൽ മതി കേട്ടോ. കുടിച്ചു നോക്കട്ടെ ആദ്യം. മട്ടൻ പായസം, മട്ടന്റെ കാല കൊള്ളാം. ചൂട് വേണം എനിക്ക്, ഇനിയും ചൂട് വേണം, നല്ല ചൂട് വേണം. ഇത് സോനാണ് പറ്റിയ ചൂട്. അടിപൊളി മട്ടൻ സൂപ്പ് കുടിച്ചോ. ആർക്ക് കുടിച്ചു നോക്കണ്ടെങ്കിൽ ഇങ്ങോട്ട് വെച്ചോ. ഞാനും എൻ്റെ അല്ല, ഇത് മറ്റേ അതിനെക്കാട്ടി കൊള്ളാം. നമ്മളവിടെ നിന്ന് കഴിക്കില്ല, അതിനെക്കാട്ടി കൊള്ളാം. ആ കാലൊക്കെ ഇങ്ങനെ പറമ്പി ചവിട്ടി നടന്നതിൻ്റെ ഒക്കെ ഫ്ലേവർ ഉണ്ട്. പുല്ലിൻ്റെ മേളിലും ആട്ടിൻകാട്ടത്തിൻ്റെ മേളിലൊക്കെ ചവിട്ടി നടന്ന ഫ്ലേവർ. എന്താ കളിക്കുന്നത്? ചൂടില്ലടി, നീ അതിന് ഇങ്ങനെ കുടിക്കണ്ടാവും. ചൂടില്ല. പിന്നെ അപ്പുറം കൂടെ ഉണ്ട്. അവൻ ചാടി അപ്പുറം പോകാനുള്ള പരിപാടിയാണ്. എൻ്റെ ഷോ കുടിച്ചു നോക്കണം, കുടിച്ചു ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്ത സൂപ്പ് 10 on 10. ടേസ്റ്റ് ചെയ്യണം. ഗൈസ്, നമ്മൾ ചിക്കൻ ലോലിപോപ്പ് ഓർഡർ ആക്കി മറന്നുപോയി ഗൈസ്.
എല്ലാരും തിന്നുന്ന തിരക്കിലായി പോയി. ടേസ്റ്റിന്റെ ഗുമ്മ കൊണ്ടിട്ട് പ്ലേറ്റ് വലിക്കണം. Ebus. It's Ebus. Okay. Mama. Okay. Mama will help you. Mutton biryani, chicken biryani, chicken. Baba. മുട്ട മഷൂന് മട്ടൻ ബിരിയാണി അങ്ങനെയൊന്നും വേണ്ട, നമുക്ക് ഒരേപോലെ കഴിച്ചാൽ മതി. കഴിച്ചോ മട്ടനല്ല എനിക്ക് ഇടണ്ട, നിങ്ങൾ അപ്പോൾ എടുത്തോ. ദിസ് ബിരിയാണി ലുക്സ് ഡാം ഗുഡ്. മതി. ഇതെവിടെ എടുത്തോ ചിക്കൻ. യു ഡോണ്ട് ലൈക്ക് എഗ്? ഓക്കെ. Zaigu chicken biryani, huh? Chicken biryani. How's it? As usual, പൊളി അല്ലേ? സംസാരിക്കണ പോലും ഇല്ല. എന്ത് ഇഷ്ടപ്പെട്ടു? നമ്മ ഇത് കഴിക്കണ സംഭവം. ഫുഡ് വന്നാലും ഇവിടെ എന്ത് വ്ളോഗ് കഴിച്ചു കുറെ നാളെ വ്ളോഗൊന്നും ഇല്ലാത്ത ഫുഡ് വന്നപ്പോ ടച്ച് വിട്ടു. അതുകൊണ്ട് തിന്നോണ്ടിരിക്കുന്ന കാര്യത്തിൽ ക്യാമറ ഇങ്ങനെ ഓടിക്കണത്. സൂപ്പർ എന്ന് പറയണത് മറന്നുപോയല്ലേ? ഈ ബിരിയാണിക്ക് ഈ ഗ്രേവി ഒഴിച്ച് കഴിക്കണം. എന്റെ മോന്റെ ചിക്കൻ സ്റ്റിക്ക് സൈസിനും കൊടുക്കട്ടെ, വലിയ മോനും കൊടുക്കും. അങ്ങനെയില്ല മുറു ചിക്കൻ സൈക്കിന് കൊടുത്തേ. ഓരോ പീസ് സൈക്കിന് കൊടുക്കും. സോറി, എനിക്ക് കൊടുക്കണേ. ഒരു പീസ് എടുത്തിട്ട് പോലല്ല ഞാൻ വെക്കാന്ന് പറഞ്ഞ സൈസ് ഒരു പീസ് പോലെ എടുത്തിട്ടുണ്ട്. അതേ പിടിക്കണില്ല. അത് മനസ്സിലായി ഉദ്ദേശിച്ചത്. എവിടെ എടുത്തത്? പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. സൈഡിൽ സൈഡ് ഡിഷ് ആയിട്ട് വെച്ചിട്ടുണ്ട്. സുനെടുത്തില്ലേ ആ ചിക്കൻ സ്റ്റിക്ക് വേണ്ട? സെയിം ടേസ്റ്റ് ആണോ മറ്റേ? നമ്മൾ ഇന്ന് ഇവിടെ കയറി വന്നത് സുനുമോളാണ് പറഞ്ഞത്. ഞാൻ കണ്ടപ്പോ തന്നെ വേണ്ടെന്ന് പറഞ്ഞു. എപ്പോഴും മന്തി അല്ലേ? നീ വേണമെന്ന് പറയണത് വേണം നമുക്ക് കയറാൻ. എപ്പോഴും മന്തി ഉണ്ട്. വേറെ മന്തി പൊളിയായിട്ടുണ്ട്. നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കാം അല്ലേ ഡിന്നർ? സോ നമ്മളെല്ലാവരും ഒന്ന് എൻജോയ് ചെയ്ത് നമ്മുടെ ഡിന്നർ കഴിക്കട്ടെ. ഓക്കെ.